സോ ഈ ഒരു കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണാം ഇത് എവിടെയാണോ ഒരു ബീച്ചാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ. എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കുഴുപ്പള്ളി ബീച്ചിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളാണ് നമുക്കിന്ന് നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. അതിനു മുമ്പ് പലരും ഒരു കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരിക്കും എവിടെ പോകണമെന്നുള്ളത്. സോ വൺ ഓഫ് ദ ഐഡിയൽ പ്ലേസ് ആണ്, ലോ ബഡ്ജറ്റിൽ പോകാൻ പറ്റുന്നൊരു പ്ലേസാണിത്. ഇവിടേക്ക് എത്തിച്ചേരാനായിട്ട് എറണാകുളം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നും ഞാറക്കൽ എടവനക്കാട് വഴി ഇവിടേക്ക് എത്തിപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ആലുവ ഭാഗത്തു നിന്ന് വരുന്നവർക്കും ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള റൂട്ട്സ് ഉണ്ട്. എനിഹൗ നമുക്ക് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റുന്നൊരു പ്ലേസ് തന്നെയാണ് ഈ കുഴുപ്പള്ളി ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. നമ്മളിത് ചിത്രീകരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ആ സൺസെറ്റിൻ്റെ ഒരു മനോഹരമായൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ കരുതുന്നത് നമുക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ഈ ഒരു സൺസെറ്റ് മനോഹരമായിട്ട് ക്യാപ്ചർ ചെയ്ത് മടങ്ങാമെന്ന് കരുതുകയാണ്. അറിയില്ല, എന്തായാലും നമ്മൾ അടുത്ത കാഴ്ചകൾ ഇങ്ങനെ പോകണം. നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. നോക്കിക്കുക, നമ്മൾ മറ്റുള്ള ബീച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അധികം തിരക്കൊന്നുമില്ല. പ്രത്യേകിച്ചും നമ്മൾ പലരും നമ്മുടെ ആയിട്ടുള്ള ഒരു കുറേ പേഴ്സണൽ സ്പേസസ് എവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, ഞാൻ ഉൾപ്പെടെ. അങ്ങനെയുള്ളവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ലൊക്കേഷൻ തന്നെയാണ് ഈ കുഴുപ്പള്ളി ബീച്ച് എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും പൈൻ മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇളങ്കുന്നപ്പുഴ ബീച്ച് നിങ്ങൾക്കായിട്ട് അവതരിപ്പിച്ചിരുന്നല്ലോ. അപ്പം അതേപോലെ തന്നെ അതേ സമാനമായ ഭംഗി തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം മത്സ്യബന്ധന വള്ളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കത് പിന്നീട് നമ്മൾ അടുത്തേക്ക് പോകണതാണ്. സ്വാഗതം ബ്രൈറ്റ് നാവിഗേറ്ററിലേക്ക്. ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് സ്മാർട്ട് വെബിൻ കൊച്ചി. സോ മൂവിങ് ഓൺ ടു ദ വീഡിയോ. നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുമല്ലോ, വളരെ സൈലൻ്റ് ആയിട്ടൊരു അറ്റ്മോസ്ഫിയറാണ്. പ്രത്യേകിച്ചും നമ്മൾ പല ബീച്ചിലും പോകുമ്പോൾ ഭയങ്കര ക്രൗഡഡാണ്. ഇവിടെ അതൊന്നുമില്ല. നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മളിവിടെ ഒരു ഫ്രീ ബേർഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അവിടെ ഇവിടെ ഒക്കെ നമുക്ക് ഓടിച്ചാടി കളിക്കാം. സോ അത്രയും ഒരു എന്താ പറയുക, വളരെ ആ ഒരു പ്രൈവസി കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു കുഴുപ്പള്ളി ബീച്ച് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും പൈൻ മരങ്ങൾ, കാറ്റാടി മരങ്ങളുടെ ഒരു സംഗമം തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഏരിയ നോക്കുമ്പോൾ കാണാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മത്സ്യബന്ധന വള്ളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ റിസൈഡ് ചെയ്യുന്നവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം മത്സ്യബന്ധനം തന്നെയാണ്. നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇവിടെയുള്ള ലോക്കൽ ഏരിയയിലുള്ള കുട്ടികളൊക്കെ ഇവിടെ വന്ന് കളിക്കണം. കാരണം അവരുടെ ഒരു പ്ലേ ഗ്രൗണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മൾ ഒരുപാട് അങ്ങ് പോകണില്ല, എന്നാലും അങ്ങോട്ട് പോണ വഴിക്ക് നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ഫുട്ബോൾ കളിക്കാനുള്ള ഏരിയകളും ഒക്കെ കാണാൻ പറ്റും. സോ എന്താ പറയുക, നമുക്ക് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ തന്നെയാണ്. മറ്റുള്ള ബീച്ചിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ കുഴുപ്പള്ളി ബീച്ച് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു കാറ്റാടി മരത്തിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് കുറച്ച് ബിൽഡിങ്സ് കാണാൻ പറ്റും. ഇത് ഇവിടുത്തെ സമീപ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോം സ്റ്റേസും റിസോർട്ട്സും ഒക്കെയാണ്. പലതും ഓപ്പൺ ആണ്, അതിൽ ചിലതൊക്കെ ഇനിയും ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. സോ എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് വേണം നമുക്കിതിനെ ഈ ഒരു കുഴുപ്പള്ളിനെ പറയാനായിട്ട്. ആൻഡ് നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും ഈ ഒരു വളരെ മനോഹരമായിട്ട് ഈ ഒരു കാറ്റാടി മരങ്ങൾ പരിപാലിക്കുന്നുണ്ട്. ഇത് കേരള വനം വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ ഒരു കാറ്റാടി മരങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. സോ അതും പരിസ്ഥിതിക്ക് ഒട്ടും കോട്ടം തട്ടാത്ത രീതിയിൽ തന്നെ ഇത് അവർ കാത്തു പരിപാലിക്കുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നത് മത്സ്യബന്ധന വള്ളങ്ങളാണ്.
ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ, നമ്മൾ 2-3 പ്രാവശ്യം നമ്മളത് കാണിച്ചത്. അപ്പോൾ നമുക്കിനി ഇത് അടുത്തോട്ട് നമുക്കൊന്ന് പോയി കാണാം എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കണേ എന്നുള്ളത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, മറ്റേ വല നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ പാത്രം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലയിൽ പെടണ മീൻ ഇതിലിട്ട് പെറുക്കി വയ്ക്കും. കണ്ടോ, നോക്കുമ്പോൾ നല്ല ഈ വെയിറ്റും കൂടെ കൊണ്ട് നല്ല ഭാരമായിരിക്കും ഇതിന്. കണ്ടോ, പരുന്തിങ്ങനെ വട്ടം ചുറ്റണ ഒരു കാഴ്ച കണ്ടോ. നമ്മളിങ്ങനെ വന്ന സമയത്ത് വളരെ എന്താ പറയുക, യാദൃശ്ചികമായിട്ട് കിട്ടിയൊരു സംഭവമാണ്. എത്ര പരുന്നുകളാന്ന് നോക്കിയല്ലേ. നമ്മൾ നോക്കുമ്പോൾ ധാരാളം പരുന്നുകൾ ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങുന്നുണ്ട്. വീണ്ടും നമ്മൾ നമ്മുടെ ആ ഒരു വള്ളങ്ങളുടെ ആ ഒരു കാഴ്ചകളിലേക്ക് തന്നെ പോവുകയാണ്. ചില വള്ളങ്ങളുടെയൊക്കെ പുറത്ത് ഓല ഇട്ടേക്കണ കണ്ടു അല്ലേ. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, മത്സ്യബന്ധനമാണ് ഈ ഒരു മേഖലയിൽ പ്രധാനപ്പെട്ട വരുമാന മാർഗം. സോ എനിക്ക് തോന്നുന്നു മത്സ്യബന്ധനം എല്ലാം കഴിഞ്ഞിട്ട് ഇട്ടേക്കുന്ന വള്ളമായിരിക്കും. പക്ഷെ കണ്ടിട്ട് പുറമേ നോക്കുമ്പോൾ ഒരു ഇച്ചിരി ഒരു പഴക്കമുള്ളൊരു വള്ളത്തിനൊരു ഫീല് തോന്നുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്തുള്ള മറ്റ് കാഴ്ചകളൂടെ നമുക്കൊന്ന് കണ്ടുപോകാം. കണ്ടോ, അപ്പോഴും ആ ഒരു സൺസെറ്റിൻ്റെ ആ ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്ത് മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അല്ലേ. നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ, നമ്മൾ പല സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പ്രൈവറ്റ് സ്പേസസ് ചിലവഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ഈ കുഴുപ്പള്ളി ബീച്ച് എന്ന് പറയുന്നത്. അത് മാത്രമല്ല കേട്ടോ, കാരണം ഈ പോസ്റ്റ് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ മെറ്റേണിറ്റി ഫോട്ടോഗ്രാഫി, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ഒതുങ്ങിയൊരു സ്ഥലമാണ്. എന്നാൽ ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, ഈ ഒരു ഭംഗി ഒട്ടും ചോർന്നു പോകാതെ തന്നെ നമുക്ക് ഓരോ കാഴ്ചകളും നമ്മുടെ ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ വരുന്നവർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞങ്ങൾക്ക് ലഘുഭക്ഷണങ്ങൾ കഴിക്കാൻ സ്ഥലമുണ്ടോ എന്നുള്ളത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കാഴ്ച കാണാം. ആൻഡ് ഇവിടെ പാർക്കിംഗ് ഏരിയ ആണ്. ഇത് പേ ആൻഡ് പാർക്കാണ്. ഞങ്ങൾ പാർക്ക് ചെയ്തപ്പോൾ കുറച്ചും കൂടെ മാറ്റിയാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പാർക്കിംഗ് റേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ വഞ്ചികൾ വീണ്ടും നമ്മൾ കാണാം. നമ്മുടെ ധാരാളം വഞ്ചികളും കൂടെ കാണാൻ പറ്റും. കാണുന്ന കാഴ്ച, അതായത് മത്സ്യബന്ധനത്തിന് പോയിട്ട് ഒരു വല വീശി കിട്ടിയ മീൻ അവർ ആ വലയിൽ നിന്ന് അത് സെപ്പറേറ്റ് ചെയ്ത് ഒരു അതിൻ്റെ അകത്തോട്ട് തന്നെ ഇടുന്നൊരു കാഴ്ചയാണ്. ചിലർ ബാസ്ക്കറ്റിലേക്ക് ഇടുന്നുണ്ട്, മറ്റു ചിലർ വള്ളത്തിൻ്റെ അകത്തേക്ക് തന്നെ ആ ഒരു സ്പേസിൽ തന്നെ ഇടുന്നുണ്ട്. സോ ഇത്രയും അടുത്ത് നമുക്ക് കാണാൻ ഭാഗ്യമുണ്ടായി. ഇതാണ് ധാരാളം
വള്ളങ്ങൾ ഇവിടെ നമുക്ക് കാണാം. ചിലരൊക്കെ ഇറങ്ങുകയാണ്, മത്സ്യബന്ധനമായിട്ട് ഇറങ്ങുകയാണ്. മറ്റു ചിലർ അത് കഴിഞ്ഞിട്ട് അവരത് എല്ലാം സെപ്പറേറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ധാരാളം ഫാമിലീസിനെ കാണാം. അവരിതാ വെള്ളത്തിലിറങ്ങി കുളിക്കണം, കുറച്ച് പേര് പുറമേ നിന്ന് ഭംഗി ആസ്വദിക്കണം. എന്തായാലും കടലാണ്, എല്ലാവരുടെയും സുരക്ഷ അത് അവരവർ തന്നെ അത് അവരവരുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ചെറിയൊരു കാഴ്ചയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചാണ് എറണാകുളത്ത് എവിടേക്കാണ് കാണാൻ സ്ഥലങ്ങളുള്ളത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു കൊടുത്ത സ്ഥലങ്ങളിലൊന്നായിരുന്നു ഈ ഒരു കുഴുപ്പള്ളി ബീച്ച് എന്ന് പറയുന്നത്. സോ സ്വന്തമായിട്ട് വാഹനങ്ങൾ ഉള്ളവർക്ക് നിഷ്പ്രയാസമായിട്ട് എത്തിപ്പെടാൻ പറ്റും എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബട്ട് ഇങ്ങോട്ട് ഉള്ളിലേക്ക് ബസ് സർവീസസ് അവൈലബിൾ അല്ല, അത് മാത്രമേ ഇതിന് പോരായ്മയുള്ളൂ. ബട്ട് എന്തുകൊണ്ടും വളരെ വ്യത്യസ്തമായൊരിടം തന്നെയാണ്, വളരെ സൂപ്പറായിട്ടുള്ളൊരിടം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അടുത്ത ദിവസം മറ്റൊരു പുതുമയുള്ള പങ്ക്തിയാണ് വീണ്ടും കണ്ടുമുട്ടാം. ബ്രൈറ്റ് നാവിഗേറ്റർ നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചത് സ്മാർട്ട് വെബിൻ കൊച്ചി.